എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിൽ 33 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. ഈ ശ്ലോകത്തിൽ വളരെ വിസ്തരിച്ചുള്ള യാഗപ്രവർത്തനങ്ങളുടെ യാഗകർമ്മങ്ങളുടെ വർണ്ണനയാണുള്ളത്. വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ആ ഹയത്തിനെ, അതായത് ആ കുതിരയെ വധിച്ചതായിട്ടും ഹോമമുണ്ടായതൊക്കെ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. നമുക്കാദ്യം 33-ാമത്തെ ശ്ലോകം നോക്കാം. കൗസല്യാതം ഹയം തത്ര പരിചര്യ സമന്തത കൃപാണൈർവിശശാസൈനം ത്രിഭിഃ പരമയാമുദ. ഈ ശ്ലോകത്തിൽ കൗസല്യ ആ കുതിരയെ പരിചരിച്ചു എന്നാണ് പറയണത്. തം ഹയം തത്ര കൗസല്യ സമന്തത പരിചര്യ. എവിടെയാണോ കുതിരയെ കെട്ടിയിട്ടിരിക്കുന്നത്, അതായത് ഒരു യൂപത്തുമ്മയാണല്ലോ കെട്ടിയിട്ടിരിക്കുന്നത്, യാഗത്തിൻ്റെ അടുത്ത് തന്നെ യാഗകർമ്മങ്ങളൊക്കെ ചെയ്യണതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു യൂപത്തിൽ ഈ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് കൗസല്യ ആ കുതിരയെ വേണ്ടതുപോലെ പരിചരിച്ചു. എന്നിട്ട് പറയുകയാണ്, കൃപാണൈഹി ത്രിഭിഹി കൃപാണൈഹി ഏനം പരമയാമുദ വിശശാസ. ഇവിടെ പറയണത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിന് ശേഷം കൗസല്യ തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല, ആ മേധ്യാശ്വത്തെ വാളുകൊണ്ട് വെട്ടി എന്നാണ് പറയണത്. വിശശാസ എന്ന് പറഞ്ഞാൽ വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വധിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. വ്യാഖ്യാനത്തിൽ 2 തരത്തിൽ കാണുന്നുണ്ട്. വാളുകൊണ്ട് സ്പർശിച്ചു, കൗസല്യ സ്പർശിച്ചു എന്ന് കാണാനുണ്ട്. മറ്റൊരു വ്യാഖ്യാനത്തിൽ കൗസല്യ അതിനെ വധിച്ചു എന്ന് പറയണില്ല, കൗസല്യ അതിനെ പരിചരിച്ചു, അതിനുശേഷം ആ കുതിരയെ വധിച്ചു എന്നാണ് പറയണത്. 3 വാളുകൾ കൊണ്ടെന്ന് വെച്ചാൽ 3 ഭാഗത്ത് വാളുകൊണ്ട് വെട്ടിയിട്ടാവുമായിരിക്കും അതിനെ വധിച്ചത്. ഏതായാലും വായിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. പദത്രിണാ തദാ സാർദ്ധം സുസ്ഥിതേന ചേതസ അവസദ്രജനീമേകാം കൗസല്യ ധർമ്മകാമ്യയാ. അപ്പോൾ കൗസല്യ അതിനെ വാളുകൊണ്ട് സ്പർശിച്ചു എന്ന് പറയുകയാണ് എങ്കിലാണ് ഈ ഒരു ശ്ലോകം പറയാൻ എളുപ്പം. ഇവിടെ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ആ പദത്രിയോട് കൂടിയിട്ട്, പദത്രി എന്നുള്ളതിന് കുതിര എന്ന് തന്നെയാണ് അർത്ഥം. വളരെ വേഗത്തിൽ പറന്നു പോകുന്ന, അത്രയ്ക്ക് കഴിവുള്ള പക്ഷിയെ പോലെ പറന്നു പോകുന്നതായ കഴിവുള്ള കുതിരയെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പദത്രിയോട് കൂടിയിട്ട് സുസ്ഥിതേന ചേതസ, വളരെ നിയന്ത്രിച്ചതായ മനസ്സോടു കൂടിയിട്ട് കൗസല്യ ധർമ്മകാമ്യയാ കൗസല്യ ഏകാം രജനീം അവസത്. ധർമ്മം ആഗ്രഹിക്കുന്നവളായിട്ടുള്ള കൗസല്യ ഒരു രാത്രി ആ കുതിരയോടുകൂടി കഴിച്ചുകൂട്ടി. അതായത് കൗസല്യ പിന്നെ കൊട്ടാരത്തിലേക്കോ അന്തഃപുരത്തിലേക്കോ ഒന്നും പോയില്ല. ആ കുതിരയുടെ കൂടെ തന്നെയായിരുന്നു ഒരു രാത്രി വസിച്ചത്. ഒരു രാപ്പകൽ കുതിരയോട് കൂടി തന്നെയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ കുതിരയെ വധിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കുതിരയുടെ കൂടെ തന്നെ കഴിച്ചുകൂട്ടി. രാവും പകലും അതിനെ ശുശ്രൂഷിച്ചുകൊണ്ട്, അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട്, ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് തലോടി ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ അതിനെ പരിചരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു എന്നാണ് അർത്ഥം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റണത്. വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുതിരയോട് കൂടി എങ്ങനെയാണ് താമസിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ട്, മലയാളത്തിലെ മറ്റൊരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ആ മരിച്ചു കിടക്കുന്ന കുതിരയോട് കൂടി തന്നെ ഒരു ദിവസം താമസിച്ചു എന്ന്. അങ്ങനെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇവിടെ കേട്ടാൽ വായിച്ചാൽ മനസ്സിലാവുന്നത് കുതിരയോടൊപ്പം സന്തോഷത്തോടു കൂടി താമസിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പിറ്റേന്ന് എന്താ ഉണ്ടായത് എന്ന് 35-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ഹോതാധ്വര്യുസ്തഥോദ്ഗാത ഹയേന സമയോജയൻ മഹിഷ്യാ പരിവൃത്യാഥ വാവാതാം അപരാം തഥാ. അതിനുശേഷം 3 ഋത്വിക്കുകളുണ്ടല്ലോ, അവരെയാണ് ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ്. ഹോതാവ് ഋഗ്വേദത്തിൻ്റെ, അധ്വർയു യജുർവേദത്തിൻ്റെ, ഉദ്ഗാതാവ് സാമവേദത്തിൻ്റെ. അഥർവവേദത്തിൻ്റെ ഋത്വിക്കിൻ്റെ പേരാണ് ബ്രഹ്മൻ. അദ്ദേഹം എല്ലാം അറിയണ ആളാണ്. അതുകൊണ്ട് എല്ലാം നോക്കിക്കണ്ട് ഒന്നിലും ഇടപെടുന്നില്ല. തെറ്റുകൾ വരുമ്പോൾ മാത്രം തിരുത്തി കൊടുക്കും, അല്ലെങ്കിൽ ഒന്നിലും ഇടപെടാതെ എല്ലാം കണ്ട് സാക്ഷിയായിട്ടിരിക്കുന്ന ആളാണ്. മറ്റു 3 പേരും കൂടിയിട്ട്, ഹോതാവും അധ്വർയുവും ഉദ്ഗാതാവും കൂടിയിട്ട്
അവിടെ വന്നിട്ട് എന്താ ചെയ്തത്? ഹയേന സമയോജയൻ. ഹയേന സമയോജയൻ എന്ന് പറഞ്ഞാൽ കുതിരയുടെ കൂടെ 3 പേരെ കൂടി കൂട്ടിച്ചേർത്തു. കുതിരയോടൊപ്പം 3 പേരെ, അതായത് ആദ്യം കൗസല്യ സ്പർശിച്ചു എന്നാണല്ലോ പറഞ്ഞത്. കൗസല്യ മാത്രം സ്പർശിച്ചാൽ പോരാ, മറ്റ് പത്നിമാർ സ്പർശിക്കണം. അതായത് കൈകേയും സുമിത്രയും ആണോ എന്ന് പറയണില്ല, അവരൊക്കെ കൗസല്യ സ്പർശിച്ചു എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടാവുമായിരിക്കാം. ഇവിടെ പറയണത് മറ്റ് വർണ്ണത്തിലുള്ളതായ അല്ലെങ്കിൽ ക്ഷത്രിയരല്ലാത്ത മറ്റ് പത്നിമാരെ പറ്റിയിട്ടാണ്. അതാണ് ഇവിടെ പറയണ. ആരാണ്? വാവാതയും പരിവൃത്തിയും. മഹിഷ്യാ പരിവൃത്യാഥ വാവാതാം അപരാം തഥാ. ഈ പറഞ്ഞ 2 പേരെന്ന് പറഞ്ഞാൽ വർണ്ണാവരകളായിട്ടുള്ള പത്നിമാരാണ്. വൈശ്യന്മാരിലും ശൂദ്രന്മാരിലും ഒക്കെയുള്ള പത്നിമാരെയാണത്രേ ഈ പേരിട്ട് വിളിക്കുന്നത്. അവരെയൊക്കെ ഈ അശ്വത്തിനെ തൊടുവിച്ചു, അവരെ കൊണ്ടൊക്കെ അശ്വത്തിനെ തൊടുവിച്ചു എന്നാണ് ഈ ഋത്വിക്കുകൾ വന്നിട്ട്. മഹിഷ്യ, അതായത് കൗസല്യ എപ്രകാരമാണോ അതിനെ വന്ദിച്ചത്, സ്പർശിച്ചു വന്ദിച്ചത്, അതുപോലെ തന്നെ പരിവൃത്തി എന്നു പേരുള്ള പത്നിയും വാവാത എന്നു പേരുള്ള പത്നിയും. അത് ക്ഷത്രിയർക്ക്, രാജാക്കന്മാർക്ക് 3 വർണ്ണങ്ങളിലും പത്നിമാരെ സ്വീകരിക്കാം എന്ന്, അതായത് രാജവംശത്തിൽപ്പെട്ടവർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ, ഇവരെ 3 പേരെയും വരിക്കാം എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ലീലാവതി ടീച്ചറുടെ വ്യാഖ്യാനത്തിൽ കാണുന്നത്. അവരെ കൊണ്ടൊക്കെ ഈ കുതിരയെ തൊടുവിച്ചു, സ്പർശിപ്പിച്ചു എന്ന്. അങ്ങനെ പറയണത് ശരിയാണോ എന്നറിയില്ല, എന്നാലും അവരോടൊക്കെ കുതിരയെ തൊടാനും തലോടാനും ഒക്കെ ആയിട്ട് ഈ ഋത്വിക്കുകൾ ആവശ്യപ്പെട്ടു എന്നർത്ഥം. അതിനുശേഷം പിന്നെ വധിക്കണതിനെ പറ്റി പറയണില്ല, വപാഹോമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സംശയം വരും, ആദ്യം വാളുകൊണ്ട് വധിക്കുക തന്നെയാണോ ഉണ്ടായത് എന്ന്. പദത്രിണസ്തസ്യ വപാമുദ്ധൃത്യ നിയതേന്ദ്രിയ ഋത്വിക് പരമസമ്പന്ന ശ്രപയാമാസ ശാസ്ത്രത. അതിനൊക്കെ ശേഷം ആ പദത്രിണ, ആ കുതിരയുടെ വപാം ഉദ്ധൃത്യ. വപ എന്ന് പറഞ്ഞാൽ തുടയുടെ ആ ഭാഗത്തുള്ളതായ ഒരു മാംസമോ അല്ലെങ്കിൽ നെയ്യിൻ്റെ ഒരു അംശമൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അതെടുത്തിട്ട് നിയതേന്ദ്രിയനായിട്ടുള്ള ഒരു ഋത്വിക്ക്, ആ 3 പേരിൽ ഒരാൾ, ആരാണെന്ന് എടുത്ത് പറയണില്ല, അദ്ദേഹം എന്തു ചെയ്തു? വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, മനസ്സ് ചഞ്ചലപ്പെടാതെ ചെയ്യണമല്ലോ, ഒരു മൃഗത്തിനെ വധിച്ചിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്നുള്ള കൊഴുപ്പെടുത്തിട്ടാണല്ലോ അത് അഗ്നിയിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി വരുമ്പോൾ ബ്രാഹ്മണർക്ക് ചെയ്യാൻ പൊതുവെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് പൊതുവെ, അതുകൊണ്ടാണ് നിയതേന്ദ്രിയനായിട്ട് ചെയ്തു എന്ന് എടുത്തു പറയണത്. അദ്ദേഹം എന്തു ചെയ്തു? പരമസമ്പന്ന, അറിവിൻ്റെ ചൂടാമണിയായിട്ടുള്ള ആ ഋത്വിക്ക് ഈ വപയെടുത്തുകൊണ്ട്, ഈ കുതിരയുടെ കൊഴുപ്പ് അല്ലെങ്കിൽ വപ എടുത്തുകൊണ്ട് എന്തു ചെയ്തു? ശാസ്ത്രത ശ്രപയാമാസ, ശാസ്ത്രവിധി പ്രകാരം അത് അഗ്നിയിൽ സമർപ്പിച്ചു, അഗ്നിയിൽ വെച്ച് പചിച്ചു എന്നാണ് പറയുന്നത്. പചിച്ചു, പാകം ചെയ്തു. അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ അത് അതിലേക്ക് ഒഴുക്കുക ചെയ്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കണു. പചിച്ചു എന്നാണ്, ശ്രാപയാമാസ എന്നാണ് പറയണത്, ശ്രപയാമാസ എന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം വേവിച്ചു എന്നൊക്കെയാണ് കാണുന്നത്. എന്തായാലും ആ അഗ്നിയിലേക്ക് സമർപ്പിച്ചു എന്നർത്ഥം. അതൊക്കെ വിധിപ്രകാരമുള്ള പ്രവൃത്തികളാണ്. എന്നിട്ട് 37ാമത്തെ ശ്ലോകം നോക്കാം. ധൂമഗന്ധം വപായാസ്തു ജിഘ്രതി സ്മ നരാധിപ യഥാകാലം യഥാന്യായം നിർണുദൻ പാപമാത്മന. അങ്ങനെ ആ വപ അഗ്നിയിലേക്ക് അർപ്പിച്ചപ്പോൾ ഉണ്ടായതായ ധൂമഗന്ധം, അതിൻ്റേതായിട്ടുള്ളൊരു ഗന്ധം പരക്കുമല്ലോ, ആ ഗന്ധം ശ്വസിച്ചിട്ട്, വപായാഹ ധൂമഗന്ധം ജിഘ്രതി സ്മ നരാധിപ, നരാധിപൻ അത് ഘ്രാണനം ചെയ്തു, അത് ശ്വസിച്ചു എന്നർത്ഥം. എന്നിട്ട് യഥാകാലം യഥാന്യായം ആത്മനഃപാപം നിർണുദൻ വപായാഹ ധൂമഗന്ധം ജിഘ്രതി. വേണ്ട വിധിപ്രകാരം വേണ്ട സമയത്ത് യാഗം ചെയ്യുമ്പോൾ ഇത്രാമത്തെ യാഗം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്രാമത്തെ കർമ്മം ചെയ്തതിന് ശേഷമാണ് വപാഹോമം ചെയ്യേണ്ടത് എന്ന് നിയമം ഉണ്ടാവുമല്ലോ. ആ നിയമത്തിനനുസരിച്ച് ഋത്വിക്ക് ആ പ്രവൃത്തി ചെയ്തു. അതേ സമയത്ത് തന്നെ നരാധിപനായിട്ടുള്ള ദശരഥൻ അവിടെ വന്ന് ആ ഗന്ധം ആവാഹിച്ചെടുത്തിട്ട് അത് ശ്വസിച്ചിട്ട് തൻ്റെ പാപങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തു. ഈ ഗന്ധം ശ്വസിച്ചിട്ട് ശുദ്ധനായി തീർന്നു, പാപങ്ങളൊക്കെ നശിപ്പിച്ചു എന്നാണ് പറയണത്. അതൊക്കെ
ആദ്യം പറഞ്ഞതുപോലെ ഒരു യാഗത്തിൻ്റെ വിധി എന്നുള്ള നിലയ്ക്ക് കാണുകയേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. 38ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഹയസ്യയാനി ജാംഗാനി താനി സർവാണി ബ്രാഹ്മണാഃ അഗ്നൗ പ്രാസ്യന്തി വിധിവത് സമസ്താഃ ഷോഡശർദ്വിജ. അവിടെ ഉണ്ടായിരുന്ന 16 ഋത്വിക്കുകളും പിന്നെ എന്താണ് ചെയ്തത്? ഹയസ്യ യാനി അംഗാനി താനി സർവാണി അഗ്നൗ വിധിവത് പ്രാസ്യന്തി. അവിടെ ബ്രാഹ്മണരായിട്ടുള്ള ഋത്വിക്കുകളായിട്ടുള്ള 16 പേര്, സമസ്താഹ ഷോഡശഃ ബ്രാഹ്മണാഹ ഋത്വിജഃ, 16 ഋത്വിക്കുകളും അവിടെ ഉണ്ടായിരുന്ന, അതായത് വപാഹോമം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ കുതിരയുടെ മറ്റ് അംഗങ്ങളൊക്കെ എടുത്തിട്ട്, അതാണ് ഹയസ്യ യാനി അംഗാനി, അതായത് ഈ അഗ്നിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ സമർപ്പിക്കണമോ അതെല്ലാം എടുത്തിട്ട് ഈ ബ്രാഹ്മണർ തന്നെയാണ്, ഋത്വിക്കുകൾ തന്നെയാണ് അഗ്നിയിൽ അർപ്പിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ചെറിയൊരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു വൈചിത്ര്യമോ ഒക്കെ മനസ്സിൽ തോന്നായികയല്ല. ഇതൊക്കെ ബ്രാഹ്മണർ ഒരു കാലത്ത് ചെയ്തിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ, ഒരു മനസ്സിനൊരു അസ്വസ്ഥതയാണ് തോന്നണത്. അത് ഒരു തരത്തിൽ അത് നിർത്തലാക്കിയത് വളരെ നന്നായി എന്നുകൂടി മനസ്സിൽ തോന്നുന്നുണ്ട്. അതായത് മനുഷ്യരെ പോലെ തന്നെ ജീവിക്കാൻ അർഹതയുള്ളവരാണല്ലോ ബാക്കി എല്ലാ മൃഗങ്ങളും. ആ തിരിച്ചറിവ് മനുഷ്യർക്ക് ഉണ്ടായത് നന്നായി. ഈ ലോകത്തിന് മുഴുവനും നന്മ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള യാഗങ്ങളിൽ കുറേയധികം മൃഗങ്ങളെ വധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ എന്നുണ്ടായിരുന്ന ആ വിധികളൊക്കെ ഇല്ലായ്മ ചെയ്തത്. അത് വളരെ നന്നായി. അതൊരു പുതിയ അറിവാണ്. പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന്, അതായത് യാഗകർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് വളരെ വിസ്തരിച്ച് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൗസല്യാതം ഹയം തത്ര പരിചര്യ സമന്തത കൃപാണൈർവിശശാസൈനം ത്രിഭിഃ പരമയാ മുദാ പദത്രിണാ തദാ സാർദ്ധം സുസ്ഥിതേന ച ചേതസാ അവസദ്രജനീമേകാം കൗസല്യാ ധർമ്മകാമ്യയാ ഹോദധ്വര്യുസ്തഥോദ്ഗാതാ ഹയേന സമയോജയൻ महिष्या परिवृत्याथ वावातामपरां तथा पदतृणस्तस्य वपामुद्धृत्य नियतेन्द्रिय ऋत्विक्परमसम्पन्नश्रपयामास शास्त्रत धूमगन्धं वपायास्तु जिघ्रति स्म नराधिप यथा कालं यथा न्यायं निर्नुदन् पापमात्मनः हयस्य यानि चाङ्गानि तानि सर्वाणि ब्राह्मणा अग्नौ प्रास्यन्ति विधिवत् समस्ता षोडशर्त्विज. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.